നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. I think we covered almost like 24 of them. And in Matthew 5:44 അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. But I say to you, love your enemies, pray for those who persecute you. അത് പല രീതിയിൽ ആ ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ട് കൈൻഡ്ലി ടുവേർഡ്സ് ദി അൺകൈൻഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളോട് കൈൻഡായിട്ട് ഇടപെടാത്ത ആളുകളോട് നമ്മൾ ദയോടെ പ്രവർത്തിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമാകുന്നത്. പ്ലസ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ബ്ലെസ് ദോസ് ഹു കർസ് യു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. സോ വിൽ ഗോ ടു 25. സോ 25-ാമത്തേതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഓൾറൈറ്റ്, അതായത് ആ വൈരാഗ്യത്തിന്റെ ഇടയിലും വൈരം നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തും അവരോട് സ്നേഹമായിട്ട് ഇടപെടുക എന്നാണ് ആ ചിന്ത. So we'll look into it little detail, practical termsൽ നമുക്കൊന്ന് നോക്കാമത്. നമ്മൾ കണ്ടല്ലോ, ഇതിന്റെ എല്ലാ ഫോക്കസ് എന്ന് പറയുന്നത്, നമ്മുടെ കീ ആയിട്ട് എഴുതിക്കുന്ന വേഴ്സ് എന്ന് പറയുന്നത്, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. അല്ലയോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കും. Okay, that's the evidence. If you truly love me, you will keep my commandments. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, when I am doing good to someone who is unkind to me, okay, എന്നോട് വൈരിക്കുന്നവരോട്, ദ്വേഷിക്കുന്നവരോട്, എന്നോട് ദോഷം ചെയ്യുന്നവരോട് നന്മ ചെയ്യുമ്പോൾ അതിനകത്തൂടെ എങ്ങനെയാ ദൈവസ്നേഹം പുറത്തു വരുന്നത്, ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെ പുറത്തു വരും എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഒരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കുന്നു, അതായത് നമ്മൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് നമ്മൾ തെളിവാക്കുക. അതായത് it really proves that you trust God rather than reacting emotionally. So വികാരത്തിന് നമ്മളവിടെ സമയം കൊടുക്കുന്നില്ല, അവസരം കൊടുക്കുന്നില്ല. We are not allowing the emotions to just jump and do things, but instead we are trusting God. Okay, so നമ്മൾ ചിന്തിച്ചു നോക്കി, when we are emotionally not reacting, but when we do good instead of reacting emotionally, നമ്മൾ പറയുന്നത് എന്തായിരിക്കും? God, I trust you to handle the outcome എന്നാണ്, അല്ലയോ? കർത്താവ്, ഇതിന്റെ ഫലം എന്തായാലും ഞാൻ അങ്ങിൽ വിശ്വസിക്കുക. God, ഇതിന്റെ ഔട്ട്കം എന്തൊരു ആയിക്കോട്ടെ, but I trust you with that because your word says it's a command, and I'm just എൻ്റെ ഭാവനകളെക്കാൾ അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ചിന്തകളെക്കാൾ, ഇമോഷൻസിനെക്കാട്ടി ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വാസം വെക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നന്മ ചെയ്യുന്നത് ഒരു പ്രതികരണമല്ല, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നന്മ ചെയ്യുക എന്ന് പറയുന്നത്, when you do good, doing good is not a response, but it is an act of faith. അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പ്രതി ആ സ്ക്രീൻ അങ്ങ് മാറ്റിക്കോ. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണത്. സോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. സോ വൺ ഓഫ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, we are trusting God rather than trusting or reacting with our emotions. അവിടാണ് ദൈവസ്നേഹം പുറത്തു വരുന്ന ഒരു വഴി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, it also when I do good to those who persecute me, those who do bad to me,
I am actually reflecting the goodness of God. ദൈവത്തിന്റെ നന്മ ഞാൻ ആക്ച്വലി ഈ പ്രവൃത്തിയിലൂടെ, ഈ പ്രതികരണത്തിലൂടെ, ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ വെളിവാക്കിയ. So I'm actually reflecting God. Okay? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം is a very crucial verse of scripture, Luke 6:35, and I'll read it for you. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ വായിക്കുന്നത്, rather love your enemies and continue to treat them well. When you lend money, don't despair if you are never paid back, for it is not lost. You will receive a rich reward, and you will be known as true children of God, or the Most High God, having His same nature. ആ പദങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ, എത്ര ശക്തമായിട്ടുള്ള കാര്യം. But be like your Father, who is famous for His kindness to heal even the thankless and the cruel. You're reflecting your Father, who is famous for the kindness to heal even the thankless cruel. അതായത് നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. Okay, there's a reward attached to that. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാണല്ലോ. See, that's the nature of the God you serve. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ്, ആരാധിക്കുന്ന ദൈവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവായിട്ടുള്ള ദൈവം. See, be like your Father, who is famous for His kindness to heal even the thankless and the cruel. അപ്പൊ ഒന്ന് അവിടെ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, യു ആർ റിഫ്ലക്റ്റിംഗ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ നന്മ നമ്മൾ പ്രതിഫലിപ്പിക്കുക. when you do good to those people who hate you. not easy. പക്ഷെ അതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു റിവാർഡ് അതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. ഞാൻ എൻ്റെ മറ്റു ട്രാൻസ്ലേഷനുകൾ വായിച്ചു, rather love your enemies, continue to treat them well. when you lend money, നിങ്ങൾ പണം കൊടുക്കുമ്പോൾ don't despair. നിങ്ങൾ ക്ഷീണിക്കണ്ട, പ്രയാസപ്പെടണ്ട, ദുഃഖിക്കണ്ട. if you are never paid back, നിങ്ങൾക്കത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. for it is not lost. അതൊരിക്കലും നഷ്ടമായി പോയിട്ടില്ല. Okay, you will receive a rich reward, and you will be known as true children of the Most High God, having His same nature. അതിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്ന blessings. Look at the blessing that packed into that verse. Don't worry, it is not lost. It's not gone. Okay, it's not gone. It is there. Now, അതോടെ ഉണ്ട്. Because you're going to receive a rich reward. That's a big thing. You're going to get a big reward, rich reward, and then you will be also known as true children of the Most High God, having His same nature. അവന്റെ പ്രകൃതമുള്ള, അവന്റെ ട്രൂ ആയിട്ടുള്ള, ശരിയായിട്ടുള്ള മക്കളാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്തും. സോ പ്രതിഫലമുണ്ട്. ഈ വലിയ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ഒരു വിഖ്യാതിയും നമുക്കുണ്ട്. Alright, so you are reflecting your Father. How beautiful that is. So that's the രണ്ടാമത്തെ ഒരു ചിന്ത അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Okay, so ദൈവത്തെ പോലെ നന്മ ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. So that's where it is. You keep my commandments, you love me. മൂന്നാമതൊരു ചിന്ത അതിനകത്തുള്ളത്, നമ്മുടെ ഇച്ഛയെ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് നമ്മൾ കീഴ്പ്പെടുത്തി കൊടുക്കുക. ദാറ്റ് മീൻസ് യു ആർ സബ്മിറ്റിംഗ്, വി ആർ സബ്മിറ്റിംഗ് അവർ വിൽ, നമ്മുടെ ഇച്ഛാശക്തിയെ, ഇച്ഛയെ, തീരുമാനശക്തിയെ ദൈവഹിതത്തിന് will to God's command, our will to God's command. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് നമ്മുടെ ഇച്ഛയെ നമ്മൾ വഴങ്ങിക്കൊടുക്കുക, നമ്മൾ സമർപ്പിക്കുക. Okay, so Jesus is not suggesting this,
ജീസസ് ഇൻ ഫാക്ട് ഇസ് കമാൻഡിങ് ഇറ്റ്. ഇവിടെ ഒരു സജഷൻ അല്ല, നിങ്ങളൊന്നും ചെയ്ത് നോക്കിക്കേ, നല്ല കാര്യമായിരിക്കും കേട്ടോ, ഒരു സന്തോഷമായിരിക്കും അത്. നോ, ദാറ്റ്സ് നോട്ട് ഹൗ ഹി ഈസ് സേയിങ് ഇറ്റ്. ഇറ്റ്സ് എ കമാൻഡ് ഫ്രം അവർ ലോർഡ് ജീസസ്. നമ്മുടെ കർത്താവ് ഒരു കൽപ്പനയായിട്ടാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ, ശത്രുക്കളെ സ്നേഹിക്കാൻ, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ആ സെയിം വാക്യത്തിൽ തന്നെയാണ് ഡു ഗുഡ് ടു ദോസ് പീപ്പിൾ ഹു ഹേറ്റ് യു. So please understand that obedience in difficult moments proves love. Obedience in difficult moments proves love. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് നമ്മളെ വഴക്കി കൊടുക്കുന്നത്, നമ്മളെ ഒതുക്കി കൊടുക്കുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്, സറണ്ടർ ചെയ്യുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. It's hard. It's very, very difficult. So John 14:15 നമ്മളോട് പിന്നെയും പറയാ, if you love me, you will keep my commandments. So നമ്മൾ ശരിക്കും, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം ഈക്വലി we are all wrong. നമ്മുടെ കൂട്ടങ്ങള്, നമ്മുടെ ഫെലോഷിപ്പുകള്, നമ്മുടെ ചർച്ചസ് എല്ലാം നമ്മൾ നോക്കാമെങ്കിലും ഇതുമായിട്ടൊക്കെ എന്താ ബന്ധം? കർത്താവ് പഠിപ്പിച്ചതും കർത്താവ് വിഭാവനം ചെയ്ത the church that Lord dreamt about, the Lord taught, the Lord expects, we are too far from it, very far from it. For name's sake we call ourselves Christians, followers of Christ, but do we truly follow him? When I say this to you, I'm not excluding myself, I'm including myself in the group. And I'm saying this for our reflection. ഇന്ന് പിന്നെ ദൈവമക്കൾ എല്ലാവരും അതൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലൊരു ഭാരം. എനിക്ക് ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രയാസമായി ദിവസങ്ങളൊക്കെ. I'm just feeling so down. അങ്ങനെ വേണം പറയാൻ എനിക്ക്. I can tell you that. കർത്താവ് അങ്ങ് പറയുന്ന ആളൊന്നും ഞങ്ങളൊന്നും അല്ലല്ലോ കർത്താവ്, ഞങ്ങളുടെ കൂട്ടാവൊന്നും അല്ലല്ലോ കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് വന്ന് സ്നാച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു വലിയ കഴുകൻ, ഒരു പരുന്ത് വന്നിച്ച് കോഴിക്കുഞ്ഞിനെ സ്നാച്ച് ചെയ്തുകൊണ്ട് പോകുന്നില്ലേ, റാപ്ചർ എന്നൊക്കെ പറയുന്നു അല്ലേ. ഒരു കാന്തം വന്ന്, വലിയൊരു കാന്തം വന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് താഴെ കിടക്കുന്ന ആണിയും സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് ചാടിപ്പിടിച്ച് പോകുന്നത് പോലെയാണ് വലിയ സ്നാച്ചിങ് അവേ നടക്കുന്നത്. അന്ന് ആ വലിയ കാന്തവുമായിട്ടൊക്കെ എന്തോ ഒരു ബന്ധമുള്ള കാര്യങ്ങളാണ് ഇവിടെ താഴെയുള്ളത്. അതുകൊണ്ടേ പോകത്തുള്ളൂ. തടിക്കഷ്ണമൊന്നും പോകത്തില്ല, തീപ്പെട്ടിക്കൊള്ളി പോകത്തില്ല. None of those things will go. Matchsticks will not rise up, or any kind of shred that is there, it won't go. Plastic will not rise up. നമ്മളാ ശരിക്കും ജെനുവിൻ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കിന്, മെറ്റൽ ആകുമ്പോഴത്തേക്കിനാണ്, പ്രഷ്യസ് മെറ്റൽ ആയി കഴിയും, then you will be taken up. That's the reason the Lord has given us time. The Holy Spirit is working within us here. നമ്മളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക. So that is exactly what our heart's desire should. Lord, I want to be like you. Because think about eternity. Think about eternity. നമ്മളെ അകത്ത് കുറച്ച് ഫോൾസ് ഡോക്ട്രിൻസ് നമ്മളെ തല കയറി കിടപ്പുണ്ട്. ഒരു പണ്ട് ഇനിയിപ്പം ഞാനില്ലാത്ത എന്താ സ്വർഗമാണെന്ന് ആളുകൾ ചിന്തിക്കും. ഞാനില്ലാത്ത എന്താ സ്വർഗം, ഞാനില്ല പിന്നെ എന്താ സ്വർഗം. ചെല്ലി വിചാരിക്കുന്നു ഞാനില്ല എന്നാ IPC ഓർലാൻഡോ എന്ന് പറഞ്ഞ പോലെ ചെല്ലി ചിന്തിക്കുന്നു. ഞാനില്ലാത്ത ഒരു എങ്ങനെയാ, how can there be a church without me? ഇതൊക്കെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ചിന്തകൾ. സ്വർഗം അങ്ങനെയൊന്നും വേണ്ട, ദൈവത്തിന് അങ്ങനെയൊന്നും പ്രയാസമൊന്നുമില്ല. ഈസ് നോട്ട് വറീഡ്. ഞാൻ ഇടയ്ക്കൊക്കെ പറയുമല്ലോ, പണ്ട് ആരോ ഉപദേശിച്ചു, സ്വർഗം തരിശിട്ടാലും നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞ പോലെ. If he leaves the entire heaven empty, he's not taking you. He's not taking unnecessary people. God is going to be very selective that day. Many are called, but few are chosen. Amen. So obedience in difficult moments prove our love for the Lord. So if you love me, you'll keep my commandments. So കഠിന അനുസരണം യഥാർത്ഥ സ്നേഹത്തിന്റെ ഒരു തെളിവാണ്. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ഡൂയിങ് ഗുഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നതല്ല. എന്താണ് നന്മ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ, ശരിക്കുള്ള അർത്ഥം എന്തായിരിക്കും? ഇതൊന്നും എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല. ഇതൊക്കെ just few things for സജസ്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് for us to really simply think. Okay?
എന്താണ്? പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രൂരതയാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്, അല്ലയോ? പീപ്പിൾ ആർ ഡൂയിങ് പെർസിക്യൂട്ടിങ് യു, ഗിവിങ് യു ട്രബിൾ. അതിന് പകരം നമ്മൾ ദയ തിരഞ്ഞെടുക്കുക. സോ ചൂസിങ് കൈൻഡ്നെസ് ഓവർ ക്രൂവൽറ്റി. രണ്ടെണ്ണമുണ്ട്. I can choose cruelty back or I can show kindness back. Which one would you choose? The Lord is telling, choose kindness. നമുക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാം. You can speak same language back. You can respond with same emotions. നമുക്ക് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാം. But that's not the Lord requiring from us. നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാതിരുന്നാൽ ആ തീ ഉടനെ അങ്ങ് അവിയും. ശരിയല്ലോ? നമ്മൾ ചിന്തിച്ചു നോക്കി. ഇപ്പോൾ ഒരു ചർച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഒരു സെറ്റപ്പിൽ ഒരാൾ പറയുന്ന അതേ ആ സെയിം സ്റ്റീമിൽ നമ്മൾ തിരിച്ചു പറഞ്ഞില്ല എങ്കിൽ ആ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് അത് തീരും. I don't want to, he didn't respond, so I don't want to say anything back. പക്ഷെ തിരിച്ചു പറഞ്ഞാലോ, third wave will come and the fourth wave will come. This will go on. So doing good, one sense, practical sense il പറയുന്നത് choosing, you're choosing kindness over cruelty. Then അടുത്തത്, it's acting with integrity. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അഖണ്ഡതയോടുകൂടി പ്രവർത്തിക്കുക. ഇന്റഗ്രിറ്റി, സത്യസന്ധത, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയും. this people of integrity. Then seeking welfare, not harm. സോ അവരുടെ നന്മ നമ്മൾ അന്വേഷിക്കുക, അവരുടെ നാശമല്ല അന്വേഷിക്കേണ്ടത്. അവർ നമുക്ക് ചെയ്ത നല്ല സാധനമല്ല. നമുക്ക് മലയാള ഭാഷ പറഞ്ഞ പാര ഇങ്ങോട്ട് തന്നു, അല്ലേ? ഒരാൾ പറഞ്ഞു നമുക്കൊരു കുരിശിങ്ങോട്ട് തന്നു. നമ്മൾ ഈ സർമൺ ഓൺ ദി മൗണ്ടിൽ നമ്മൾ കാണുന്നത് ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു. അതേപ്പറ്റി ഒരു ഐ തിങ്ക് മാക്സ് ലുക്കാഡോ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. നമുക്കൊരാൾ നമ്മുടെ കഴുത്തിൽ ഒരാൾ ഒരു കുരിശ് വെച്ച് തന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തടി, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഒരെണ്ണമുണ്ട്, ഹൊറിസോണ്ടലായിട്ട് ഒരെണ്ണം നമ്മൾ തലയിൽ വെച്ച് തന്നു. പക്ഷെ സമാധാനം ഉണ്ടാക്കുന്നവർ ചെയ്ത പീസ് മേക്കേഴ്സ് വാട്ട് they took the logs off. ആ രണ്ട് പീസ് ഓഫ് വുഡ് എടുത്തു, ആണി എടുത്തേച്ച് there's a gulf between you and me. അതുകൊണ്ടാണല്ലോ കുരിശ് എനിക്ക് തരുന്നത്. there's a gap between you and me. നമ്മൾ തമ്മിൽ ഇടയ്ക്കൊരു വിടവുണ്ട്. വിടവുള്ളതുകൊണ്ടാണല്ലോ കുരിശ് ഇടയ്ക്കിടയ്ക്ക് തരുന്നത്. But I take the logs out and I put it like this and make a bridge so that you can come to me and I can come to you. Same cross. നീ എന്റെ തലയിൽ വെച്ച കുരിശുണ്ടല്ലോ, അതിന്റെ തടി ഇളക്കി വെച്ച് ഞാനൊരു പാലം പണിയുന്ന ആളാണ്. അവരെയാണ് കർത്താവ് ഇരിക്കുന്നത്. ബ്ലെസ്ഡ്. That's exactly what the Lord is really desiring here. You're not seeking their harm, seeking their welfare. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ അവനെ നശിപ്പിക്കും, റെഡിയാക്കും, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മനുഷ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന കുറച്ച് ചിന്തകളൊക്കെയാണ്. I'm just saying I'm just guilty of that. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ഇവിടുന്നുകൊണ്ട് ഞാൻ ഒരിക്കലും അതുകൊണ്ട് I have said it. I'm just saying I'm admitting that, but I did that is not becoming of a Christian. നമ്മൾ വേദനിച്ചു കാണും, നമ്മളെ പ്രയാസപ്പെട്ട് കാണും. But so does that mean I have to really give the same coin, that I have to return same response കൊടുക്കും, so that it will hurt the other person? ഈ പുള്ളിക്ക് ഒരു പുളിപ്പുണ്ടാകട്ടെ, ഒരു കുത്തു കൊള്ളട്ടെ, വിഷമിക്കട്ടെ, വേദനിക്കട്ടെ. No. You should choose the welfare, not the harm. That's the Lord is really looking for. Then refusing bitterness. കയ്പ് എനിക്ക് വേണ്ട. I refuse to drink that bitterness. I refuse to allow bitterness to come to my heart. എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് കയ്പ് ഒഴുകി വരാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത. So I'm just saying, just think about those things. You're choosing kindness. You're choosing integrity. You're choosing welfare. You're not choosing bitterness. So not choosing bitterness, not choosing harm, not choosing cruelty. But you're choosing integrity. Compromise ഉള്ള ആളായിട്ടല്ല. See, that just gives a little picture about what this doing good
can really mean. This could be more things you could add. So always remember, നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വികാരമല്ല, ഒരു തീരുമാനം. It's a spiritual, ഒരു ആത്മീയ തീരുമാനം. It's a spiritual decision. Okay, it's a spiritual decision, not just an emotion. It's a spiritual decision. Okay, so emotion നമ്മളോട് കൊണ്ടുവരുന്നില്ല. We are not allowing the emotions to come in, but we are choosing. We are making conscious decision based on the command of our Lord Jesus Christ. Amen. നമുക്ക് എല്ലാവർക്കും അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിന് കഴിയാതെ പോയാൽ നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് ഈസ് റിപ്പന്റ്. ജസ്റ്റ് റിപ്പന്റ്. നമ്മൾ ഏറ്റു പറയും, കർത്താവിനോട് ഏറ്റു, കർത്താവേ ഐ ആം സോറി, ഞാനൊരു എനിക്കൊതിൻ്റെ ഒരാവശ്യമില്ല, കർത്താവെ ക്ഷമിക്കണേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് റിപ്പന്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഓക്കെ, സോ ജസ്റ്റ് ഒരു പോസിറ്റീവ് ഐഡിയ പറഞ്ഞു. ഇനിയും അതിൻ്റെ ഈ what is അതിന്റെ അർത്ഥം എന്തല്ല എന്നൂടെ ഒന്ന് ചിന്തിക്കുന്നത്, ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഇറ്റ് എന്താണെന്നുള്ള ഐഡിയ മനസ്സിലാക്കി. ഈ അതിനർത്ഥമാകുന്നില്ല ഈ അനീതിയും പീഡനവും ഞാൻ ഇനി അനുവദിക്കുക ചെയ്തുകൊണ്ട്, അതല്ല അതിനർത്ഥം. It doesn't mean that you are allowing abuse or injustice to continue. That's a good way to look at it. Okay, you are choosing. ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണ്. ഇപ്പം what is not, it does not mean that you are going to allow the same abuse and injustice to continue. That's not what it really means. Okay, Jesus taught love. നമ്മളെ കർത്താവ് സ്നേഹം പഠിപ്പിച്ചു. But Jesus never told people to enable evil behavior. So ദുഷ്പ്രവൃത്തികളെ നമ്മൾ അനുവദിക്കണം എന്ന് ഒരിക്കലും കർത്താവ് പഠിപ്പിച്ചില്ല. സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ അബ്യൂസസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തോട്ടെ, അനുവദിച്ചോട്ടെ, പിന്നെയും നടത്തിക്കോട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. That's not what it really means. Okay, ഈ നമ്മൾ പറയും, you can always set boundaries. There's nothing wrong in setting boundaries. നമുക്ക് ബൗണ്ടറീസ് വെക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. ബൗണ്ടറീസ് വെക്കുന്നത് അൺബിബ്ലിക്കലാണെന്ന് ആരും ചിന്തിക്കണം. നമ്മൾ അതേപ്പറ്റി വേറെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. പരിമിതികൾ വേദവസ്തുപ്രകാരമുള്ള കാര്യങ്ങളാണ് പരിമിതികൾ വെക്കുന്നത്. That's make us wise people. ഈ പ്രോവർബ്സിൽ സോളമൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 22:3. ഓക്കെ, അതായത് ദൂരെ നിന്നൊരു അപകടം വരുന്നത് ജ്ഞാനി അപകടം കണ്ടാൽ അവൻ അഭയം പ്രാപിക്കുന്നു. അതായത് 22:3 ഇങ്ങനെ വായിക്കുന്നത്, വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളും, അല്പബുദ്ധികളോ ചെന്ന് നേരെ ഛേദപ്പെടും. A prudent person will with insight foresees danger coming and prepares himself for it, but the senseless rush blindly forward and suffer the consequences. See, അവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അവിടെ പറയാണ്, വിസ്ഡം പീസിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. വൈസ് പേഴ്സൺ സീ ദ ഡേഞ്ചർ ആൻഡ് ഹി അവോയ്ഡ്സ് ഇറ്റ്. ഇഫ് ദാറ്റ് മീൻസ് സെറ്റിംഗ് എ ബൗണ്ടറി, ഡു സോ. ഓൾറൈറ്റ്. ദെൻ നമ്മൾ ഈ പൗലോസിന്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും there are 2 or 3 things that comes to my mind. One of them is Acts 22:25. അതായത് പൗലോസിനെ ഇവര് അകാരണമായിട്ട് മർദ്ദിക്കാൻ ശ്രമിക്കുമ്പോൾ പീഡനം വളരെ ശക്തമായി നേരിട്ടപ്പോൾ Acts 22:25 പൗലോസ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം നിങ്ങളോട് ശ്രദ്ധിച്ചോണം. ഓക്കെ, these are people who are persecuting, so do good to those who persecute you എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാളത്തെ അടിയും കൊണ്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതിന് അർത്ഥം ആകുന്നില്ല. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ബിബ്ലിക്കലാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. 22:25 ഇങ്ങനെ വായിക്കുന്നു, തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ, ഓക്കെ, പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. So they're getting ready to do it. All right. Now when soldiers stretched Paul out with ropes, okay, കെട്ടാൻ തുടങ്ങി. He said to the captain who is standing nearby. So നിൽക്കുന്ന ക്യാപ്റ്റനോട് ഇങ്ങനെ പറഞ്ഞു, ശതാധിപനോട് ഇങ്ങനെ പറഞ്ഞു,
Is it legal for you to torture a Roman citizen like this without a proper trial? Listen to that. That is boundary. വളരെ ശക്തമായ ഭാഷയോട് ചോദിച്ചു. Is it lawful? I'm a Roman citizen. You have not tried me, and without trying me, so you're trying to beat me now? So ordinarily you see there's a big change. There's a big change taking place there. So you can love someone and still protect yourself. Okay? So ഒരാളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംരക്ഷിക്കും. So boundary set ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. Boundary doesn't mean you don't love, but you see the danger that is coming, and you become prudent, you become wise, and then you are setting the limit and say, hey, this is നിയമപരമായുള്ള കാര്യമാണ്, so what are you doing here? You want to stop the danger. So do good എന്ന് പറഞ്ഞാൽ ചുമ്മാ കണ്ടവാൻ ആരും എന്റെ തലയിൽ കയറി മതിയാൻ ഞാൻ അനുവദിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. Okay. Now, it also does not mean that I'm pretending wrong is right. അതായത് തെറ്റിനെ ശരിയാണെന്ന് ഞാൻ നടിക്കുക എന്നും അർത്ഥമല്ല. So doing it does not mean that anybody can just say anything. I know what he did is just right. No. You're saying what the person did is wrong. അതിന് കുഴപ്പമൊന്നുമില്ല. So doing good doesn't mean approving sin or harmful actions. So ഹാനികരമായ പ്രവൃത്തികളെ അംഗീകരിക്കാൻ എന്നതിന്റെ അർത്ഥമാകുന്നില്ല. ഈ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Paul says in chapter 5 verse number 11 says, you should expose the works of darkness. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തണം. ഇരുളിന്റെ പ്രവൃത്തികളെ, the works of darkness should be exposed. There's something wrong there. See, നമ്മൾ ഒരു ബാലൻസ്ഡ് വ്യൂ വിഷയത്തെ കൊണ്ടാണ്ട് ആവശ്യം. Jesus loved sinners, but he confronted wrongdoing. ശരിയല്ലയോ? പാപികളെ സ്നേഹിച്ച കർത്താവ്, പക്ഷെ അവരുടെ പാപത്തെ കർത്താവ് സ്നേഹിച്ചില്ല. Alright? So, തെറ്റിനെ കർത്താവ് സ്ട്രെയിറ്റ് ആയിട്ട് നേരിട്ടു, കാരണം കൺഫ്രണ്ട് ചെയ്തു. ഈ നമുക്കറിയാം പാപിനിയായ സ്ത്രീയുടെ സ്റ്റോറി ജോൺ 8 നമ്മൾ വായിക്കുന്നുണ്ട്. ഇല്ല കർത്താവേ എന്ന് അവള് പറഞ്ഞു. ആളുകൾ കല്ലെറിയാമെന്ന്, പീപ്പിൾ കം ടു സ്റ്റോൺ ദിസ് സിൻഫുൾ വുമൺ. അവസാനം എല്ലാവരും he is writing on the sand, drawing on the sand. എല്ലാവരും പോയി. നിങ്ങൾ ഈ പാപമില്ലാത്തൊരു ആദ്യം എന്ത് ചെയ്യാൻ പറഞ്ഞു? കല്ലെറിയാൻ പറഞ്ഞു. And then the woman is there. You should understand the woman standing there is a sinful woman. So how did the Lord dealt with her? Well, there was love and then mercy on the one side. But very clearly see what Jesus is. അവളോട് ചോദിച്ചു, ഇല്ല കർത്താവേ എന്ന് അവള് പറഞ്ഞു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. So that's the mercy of God. I'm not giving you what you deserve. Okay? Go, sin no more. You see that? അതിനകത്ത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കുക. There's two things are blended together. I'm not judging you. So I'm not giving you what you deserve. Yes, you deserve something, but I'm not giving it to you. That's called the mercy of God. മറ്റേത് ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയില്ലയോ? അർഹതയില്ലാത്തത് അർഹിക്കുന്നത് കിട്ടാതിരിക്കുന്നത് വരെ mercy ആണ്. So that's what God is extending mercy. I'm not judging you. I'm not punishing you. But the next thing is a stern warning. Go, sin no more. നീ ഇപ്പൊ ചെയ്യുന്നത് പാപമാണ്. നീ പാപത്തിൽ ജീവിച്ച് കുളിച്ചു കിടക്കുക. Go, sin no more. See, he dealt firmly. At the same time, he also showed love. നമുക്ക് ബുദ്ധിമുട്ടാകും. But that's what the Lord really wants us to do. So love speaks the truth. നമ്മളോട് പറയുന്നത് speak the truth in love എന്ന് പറയുന്നുണ്ട്. It does not endorse evil. So സ്നേഹം സത്യം സംസാരിക്കുന്നുണ്ടെങ്കിലും ദുഷ്ടതയെ ഒരിക്കലും സ്നേഹം പിന്തുണയ്ക്കുന്നില്ല. God never endorses evil. Evil is evil. Sin is sin. He calls sin sin.
but still extends love. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഏറ്റവും കുറവുള്ള സാധനം റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ എന്തെങ്കിലും ഒരു തെറ്റുവെടുപ്പ പിന്നെ അവന്റെ മുഴുവൻ തീർന്നു, അവനെ പിന്നെ കുഴിച്ചിട്ടാൽ മതി. We don't forgive people. We don't restore people. Restoration is not in our community for some reason. It's pretty sad. It is something the Lord really expects from His people. Some goofed it, someone made a mistake, someone sinned and went back. ആയിക്കോട്ടെ, a Lord restored. പാത്രോസ് എന്തെല്ലാം പറഞ്ഞിട്ട് കർത്താവ് തിരിച്ചു പിടിച്ചു. എത്ര വണ്ണം പുറകെ പോയി. നമ്മുടെ സ്റ്റാൻഡേർഡിലാണെങ്കിൽ നമ്മൾ നിന്നെ കൊള്ളുകട പോ, നീ അന്നേ തള്ളി പറഞ്ഞിട്ടാണെന്ന് ഇവനെ കൂടുതൽ കൂട്ടരെന്ന് പറയും. But just imagine, Peter becomes the pillar of the church, leader of the church. വേണേ ആളുകൾക്ക് പറയാം, കർത്താവ് അവനെ ഒന്നും ആക്കരുത്, ഇവനൊക്കെ അവൻ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞാൽ ഞങ്ങളാരും ഒരു പ്രാവശ്യം പോലും പറഞ്ഞു, ഇപ്പൊ 3 പ്രാവശ്യം പറഞ്ഞ. Don't make him the leader. Don't make him our team leader. പുള്ളി യോഗ്യനല്ല. But this is exactly what the Lord really expects from us. If someone shows genuine signs of repentance, കൊരിന്തിലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. He said, stop, excommunicating, stop burdening this guy. Come on, guys, it's enough of punishment. Now, accept him back into the community. What is it? Corinthians were taking it to the other limit. And Paul said, no, stop it. That's enough. Enough of punishment. Enough. ഇനി അവനെ തകർക്കണ്ട. ഇനി നിങ്ങൾ ഇനഫ്. അവന് കാര്യം അവന് മാറ്റം ഉണ്ടാകാനുള്ള ആ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. Now restore him back to the fellowship. So നമ്മൾ as a community, that is something we should do. ഇപ്പൊ നമുക്ക് 2 സാധനങ്ങളും ഇല്ലാതെ പ്രശ്നം. നമുക്ക് പണിഷ്മെന്റും ഇല്ല, റെസ്റ്റോറേഷനും ഇല്ല, രണ്ടുമില്ല. So this is how മിടുക്കൊരാള് അതുപോലെ പോകും. So this is something the Lord, that's a standard ദൈവം എപ്പോഴും നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ എത്ര കാര്യങ്ങൾ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു. Just think about it. നമ്മൾ എത്ര സ്നേഹം, നമ്മൾ എത്ര കുറവുകൾ ദൈവം ഡെയിലി ക്ഷമിച്ചുകൊണ്ടിരിക്കുക. If God were to, ദൈവം അത് ഓർത്താൽ നമ്മൾ അവൻ്റെ ഇരിക്കുക വരാൻ നമുക്ക് നോക്കും. Can we ever come to the Lord? If the Lord were to remember നമ്മുടെ faults, we can never come back to the Lord. So you don't have to fake happiness or deny hurt. Okay? നിന്നോട് ദോഷം ചെയ്തവരുടെ കാര്യം ഇവിടെ പറയുന്നു. ഒരു കൃത്രിമമായിട്ടൊരു സന്തോഷമോ കാണിക്കുകയോ വേദന നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. It's okay. David cried and complained honestly to, അതല്ലേ സങ്കീർത്തനങ്ങൾ, ഇഷ്ടംപോലെ സങ്കീർത്തനങ്ങൾ. It's a cry of David. സത്യസന്ധമായി കരഞ്ഞ് പരാതി പറഞ്ഞും ചെയ്തതാണ് സങ്കീർത്തനങ്ങൾ മുഴുവൻ. Read through every one of them. When the enemy comes against him, കർത്താവേ നീ കാണുന്നില്ലയോ, എന്തെല്ലാം കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ കൈകളെ കഴുകിയതൊക്കെ വെറും വൃഥാവായി പോയി. അവരെ അങ്ങോട്ട് നോക്കും, പനോലം തടച്ചോണ്ടിരിക്കുക. അവനൊരു വേദന ഒട്ടുമില്ല, ശരീരം ഇങ്ങനെ തടിച്ചുരുണ്ടിരിക്കുക. But on the other side, you look at എൻ്റെ അസ്ഥി ഓട്ട് കഷണം പോലെയായി, ആ പടമില്ലാത്ത, I'm just going through such a, yes, that is simply expressing. Okay? Jesus expressed sorrow and anger righteously. യേശു, നമ്മൾ കാണുന്നുണ്ട്. മാർക്ക് 11 മാർക്ക് 3 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നീതിയോട് ദുഃഖവും കോപവും കർത്താവ് പ്രകടിപ്പിച്ചു. He went to the temple. He made a whip. തള്ളി മറിച്ചിട്ടു. Then he drove people out. That's, you see. But on the side, the Lord also loved the people. Look at the way he reacted to the Pharisees. So, forgiveness is not emotional denial. So, ക്ഷമയെന്ന് പറയുന്നത് വികാരങ്ങളെ നിഷേധിക്കുന്നതല്ല. ക്ഷമയെന്ന് പറയുന്നത് വികാരങ്ങളൊക്കെ ഉണ്ട്. Alright. So, it's not, it does not mean suppressing healthy emotions. ആ കാര്യം ഓർക്കണം. So, ഈ ഡൂയിങ് ഗുഡ് എന്ന് പറഞ്ഞതിനകത്തൊരു കാര്യം, ഇറ്റ്സ് നോട്ട് സപ്രസിങ് യുവർ ഇമോഷൻസ്. ആ ഇമോഷൻസ് നിങ്ങൾ പിടിച്ചടക്കണം. ദാറ്റ്സ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. നമ്മുടെ ചില ആളുകൾ ഈ മരണത്തിന്റെ സമയത്ത് ചിലരോട് ചില ഉപദേശവാദി കരയരുത് കേട്ടോ, ആളുകൾ ശ്രദ്ധിക്കും. ഇവരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക കരയുന്നത്.
Why don't you allow them to just grieve? പക്ഷെ പൗലോസ് തന്നെ പറയുന്നുണ്ട്, but you don't grieve like the rest of the people who have no hope. അല്ലേ? പ്രത്യാശയില്ലാത്ത മറ്റ് ജാതികൾ കിടന്ന് അലച്ചു പോകുന്നത് പോലെ നീ ചെയ്യരുത്. നിന്നെ കാര്യം അതൊരു ടെസ്റ്റിമണിയുടെ ഭാഗമാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ടെസ്റ്റിമണി. Because in the midst of your pain, you're also reflecting hope. Hope in the Lord Jesus. നമ്മൾ ഹോപ്പ്ലെസ് ആയിട്ടുള്ള മറ്റാളുകളെ പോലെ ഇങ്ങനെ കിടന്നുകൊണ്ട് ബഹളം വെക്കുമ്പോൾ, see, this is something that I also see among believers. We have to be very careful. Does that mean that I cannot cry? ചില ആളുകളോട് ഇങ്ങനെ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ, that's also not, I'm trying to say that's not you should do also. നിങ്ങളുടെ ഹൃദയത്തിൽ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ ഉണ്ടെന്ന് പറ. ചിലർക്ക് ആ സമയത്ത് പ്രസംഗിക്കാൻ ഭയങ്കര ആഗ്രഹം, ഭയങ്കര കാര്യം യൂട്യൂബിൽ ഇപ്പൊ ഇത് കണ്ട് ഒത്തിരി വ്യൂ കിട്ടുമ്പോഴത്തേക്കിന് ആളുകൾ വിചാരിക്കും ഭർത്താവ് മരിച്ചു കിടന്നാലും സാരി അടിപൊളി പ്രസംഗം നടത്തിയേക്കാന്ന് വിചാരിക്കും. ചിലപ്പോൾ വിചാരിക്കും ഈ പുള്ളിക്ക് ഇമോഷൻ ഒന്നുമില്ല, ഭർത്താവ് മരിച്ച ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രകടനമാണല്ലോ, എന്തൊരു ഭയങ്കര പ്രസംഗമാണെന്ന് വിചാരിക്കും. See, that's also very bad. Where is emotion? അപ്പൊ പുള്ളി വരച്ചാൽ അവർക്ക് പ്രയാസമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവർ വേണം ഈ കാരണം. ഇവരുടെ മനസ്സിൽ കിടക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് യൂട്യൂബിന്റെ വേറൊരു പ്രശ്നമാണ് ഇതൊക്കെ. അല്ലെ, ഫേസ്ബുക്കിനകത്ത് ഇതൊക്കെ കണ്ട് ലോകം മുഴുവൻ കണ്ട് ഭയങ്കര ആളുകൾ 2000 പേര് ലൈക്ക് ചെയ്തിരിക്കുകയാണ്, വൈറലായി. അപ്പൊ എന്തുകൊണ്ട് ഭർത്താവ് മരിച്ചപ്പോ പോലും ഭാര്യ മരിച്ചപ്പോ പോലും ഈ പുള്ളിക്കൊന്ന് കരയാനോ ഒന്നും കഴിയും. പ്രത്യാശ കൂടിയിട്ടാണ്, എനിക്കറിയില്ല, ചിലപ്പോ ആയിരിക്കും. ഞാൻ ചിലപ്പോ ഇതൊക്കെ the way I look at maybe it's very different way. But God is not telling you not to cry, not to show emotions. It's okay. Emotion has a place. പക്ഷെ അതിനെ കവിയുന്ന ഒരു ഹോപ്പ് നമുക്കുണ്ട്. Amen. അപ്പൊ നിങ്ങളാരും മരിക്കാൻ നേരത്ത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ വലിയ ബഹളമൊന്നും ഉണ്ടാക്കരുത്. പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ഇടപാട് ചെയ്യരുത്. പിന്നെ ഇതെല്ലാം വെട്ടി ഒഴുങ്ങിയേച്ച് ആക്ട് ചെയ്യരുത്, ഇതൊന്നും ചെയ്യരുത്. ജസ്റ്റ് ബി നോർമൽ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ആസ് യു ഗോ ത്രൂ പെയിൻ, നിന്റെ പെയിനിലും നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആൻഡ് ദെൻ just be normal people. നമുക്കൊന്ന് നോർമലായ എന്നെ കുഴപ്പം. ജാതികളെ പോലെ ആണെന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ ആ പെയിൻ അകത്ത് ആള് പറയാം, ആ പെയിൻ ഉണ്ടെങ്കിലും അതിനെ കവിയുന്ന എന്തോ ഒരു ഭാഗ്യാവസ്ഥ അവരുടെ അകത്തുണ്ടല്ലോ. അതാണ് ആളുകൾ കാണുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വെൻ യു ഡു ഗുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം, ഇറ്റ് ഡസ് നോട്ട് മീൻ റിവെഞ്ച് ഡിസ്ഗൈസ്ഡ് ആസ് ഹെൽപ്പ്. അതായത് സഹായം എന്ന പേരിലുള്ള ഒരു പ്രതികാരം എന്ന് അർത്ഥമാകുന്നില്ല. ഓക്കെ, പീപ്പിൾ ഡു ഗുഡ് സർക്കാസ്റ്റിക്കലി ഓർ മാനിപ്പുലേറ്റീവ്ലി. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ആളുകൾ പരിഹാസത്തോടെയോ നിയന്ത്രണ മനോഭാവത്തോടെയോ നന്മ ചെയ്യുന്നത് പോലെ നടിക്കുന്നു. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ട്, അല്ലേ? ഇപ്പം നമ്മളതൊക്കെയല്ലേ ഈ ദിവസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പുള്ളികളൊക്കെ, വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ അടുത്ത കണ്ട് കോടികൾ ഉള്ള ആളുകൾ, കോടികളുടെ കാറുകളുടെ ശേഖരമുള്ള ആളുകൾ, അവരൊക്കെ ഭയങ്കര ഡൊണേഷനൊക്കെ കൊടുക്കുന്നു. ആ ഡൊണേഷൻ കൊടുക്കുന്നതിന്റെ പുറകിലത്തെ കാര്യം എന്തോ? I mean, this is a very different thing. അവർക്കൊരു വലിയ ബിസിനസ് വേൾഡ് ഉണ്ട്. ആ ബിസിനസ് വേൾഡിലേക്ക് ആളുകളെ ലൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സംതിങ് വെരി ദൈ നീഡ് ടു ഷോ. അതിനകത്ത് ഈ പോമ്പും ഇതെല്ലാം കാണിക്കുന്ന, ലക്ഷറി എല്ലാം കാണിക്കുന്ന, ഐ എം എ വെരി പവർഫുൾ ഗൈ, നോബഡി ക്യാൻ ബ്രേക്ക് മീ എന്നുള്ള ചിത്രമാണ് ലോകത്തിന് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരൊരിക്കലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. പീപ്പിൾ കം ടു ഇൻവെസ്റ്റ് ദെയർ മണി, ദെയർ ലൈഫ് ഏർണിങ്സ് കൊണ്ട് തരിക. പക്ഷെ ഒറ്റ റോങ് മൂവിൽ മൊത്തം താഴെ വീഴും. ഒറ്റ റോങ് മൂവിൽ ബ്ലേഡ് കമ്പനിക്കാരെല്ലാം പൊട്ടുന്ന അങ്ങനെ. ഏത് ഫോം ബ്ലേഡ് കമ്പനി ആണെങ്കിലും ഒറ്റ ഒരുത്തൻ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. സോ ആളുകളെല്ലാം കൂടെ പോയി ഇങ്ങനെ പിൻവലിക്കാൻ തുടങ്ങുമ്പോൾ, when people go to withdraw the money, where is the money? No, it's all invested in so many different places. അപ്പം there's no money left in the bank. So people will be just panicking. So the word spread. Everybody comes to take the money. Same time, but it's not available. Then the next thing for the person to do is just ducks out and അവിടെ നിന്ന് മുങ്ങുക എന്നുള്ളതേ. അതോടുകൂടി ആ പ്രസ്ഥാനം തീർന്നു, കേസായി, 100 പേര് കേസ് കൊടുത്തു, then it's gone, പരിപാടി കഴിഞ്ഞു. So that's exactly what people see. What's hope doing? So the help
You can't disguise revenge in the form of help. So സഹായഹസ്തം എന്ന് കാണിച്ചുകൊണ്ട് അല്ല അതിനകത്ത് റിവെഞ്ച് പാക്ക് ചെയ്യുന്നത്. നോ. റോമാലേഖനത്തിൽ 17-ാം വാക്യം, ഡു നോട്ട് റീപേ ഈവിൾ ഫോർ ഈവിൾ. ദോഷത്തിന് ദോഷം തിരിച്ചു കൊടുക്കരുത്. അത് ഏത് ഫോമിലാണെങ്കിലും അല്ലേ. സോ ഇതിനകത്ത് ലഡുവിനകത്ത് പിന്നെ വിഷം വെച്ചു കൊടുക്കുന്ന പോലെ അതിനകത്ത് വിഷമുണ്ട്, ലഡു കഴിക്കും. മോനെ ഒരു ലഡു ഇതിനെ കണ്ടപ്പോൾ നീ ലഡു കഴിക്കുമെന്ന് എനിക്ക് തോന്നി. സോ ഐ തോട്ട് ഐ ഗിവ് യു ലഡു എന്ന് പറഞ്ഞപ്പോൾ അവൻ ലഡു കഴിച്ചു. അതിനകത്ത് വിഷം ഉണ്ടായിരുന്നവർ അറിഞ്ഞില്ല. This is doing good എന്ന് തോന്നി, പക്ഷെ അതിനകത്ത് വിഷമുണ്ട്. That's not. So true goodness comes from sincere love, not passive aggressive. So യഥാർത്ഥ നന്മ സത്യസന്ധമായ സ്നേഹത്തിൽ നിന്നാണ്, മറുവൈരാഗ്യത്തിൽ നിന്നല്ല. It's come from true heart. So ദൈവത്തെ സംബന്ധിച്ച് motives really matters. നമ്മുടെ ഉദ്ദേശം ദൈവത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യം. അതിന്റെ അർത്ഥം പിന്നെ അനീതിയെക്കുറിച്ച് ഞാൻ മൗനം പാലിക്കുക എന്നർത്ഥമാവുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഹാവ് ടു സ്റ്റേ സൈലന്റ് അബൌട്ട് ഇൻജസ്റ്റിസ്. അനീതി സംഭവിക്കുമ്പോൾ മിണ്ടാതിരിക്കുക എന്നതുമല്ല അതിന്റെ അർത്ഥം വരുന്നത്. ഡൂയിങ് ഗുഡ് കെൻ ഇൻക്ലൂഡ് കൺഫ്രണ്ടിങ് റോങ് ഇൻ റൈച്ചസ് വേ. നമ്മൾ പറഞ്ഞല്ലോ, അനീതി ഉണ്ടെങ്കിൽ അതിനെ നേരിടാനും അത് നന്മയുടെ ഒരു ഭാഗമായിരിക്കും ചെയ്യുന്നത്. നമുക്കറിയാം യേശു പരീശന്മാരെ നേരിടുന്നു അല്ലേ. മത്തായി സുവിശേഷത്തിൽ കാണുന്നുണ്ട്, വെള്ളതേച്ച ശവക്കല്ലറുകൾ എന്ന് വിളിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് യു ഷോയിങ് ദം, യു ഗൈസ് ആർ ജസ്റ്റ് വൈറ്റ് വാഷ് ടൂംസ് എന്ന് വിളിക്കുന്നുള്ളൂ. നിങ്ങളെ പുറമെ നിങ്ങളാകെ അഴുക്കാം. That's a direct confrontation. So does that mean he hated them? No, he loved them. പക്ഷെ അവർ what they were doing he didn't like. So he addressed that very clearly. You see biblical prophets, Old Testament prophets, they spoke against injustice. പ്രവാചകന്മാർ അനീതിക്കെതിരെ സംസാരിച്ചു. So New Testament prophets, prophecy, നമ്മൾ വളരെ കുറവാണ് അനീതിക്കെതിരെ സംസാരിക്കുന്നത്. ശരിയാണ്, അനീതിക്കെതിരെ സംസാരിച്ചാൽ പൈസ കിട്ടത്തില്ല. So they won't say anything bad. അത് പറയുന്നവരുണ്ട്, അവർക്ക് for them they don't care about money, they'll preach it. So prophecy sometimes come through message. But നമ്മുടെ so-called prophets, as you see, they'll never say anything bad. There are some people who say it as it is. അവരെ കുറിച്ച് ആളുകൾ പറഞ്ഞ് വിവരക്കുറവാണ് വിളിക്കുക, വിവരക്കുറവെന്ന് പറയും. Prophetsനെ പറ്റി പറയും, this guy is, his screw is gone, he doesn't think properly, he doesn't understand, he can say it politically correct, ശരിയായിട്ട് പറയാൻ കഴിയത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ they speak the truth. You can oppose evil without hating people. So മനുഷ്യരെ വെറുക്കാതെ തന്നെ നമുക്ക് ദുഷ്ടതയെ എതിർക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ നന്മ ബുദ്ധിയില്ലായ്മയല്ല. ഡൂയിങ് ഗുഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മയല്ല എന്നർത്ഥം. അത് ക്രിസ്തുവിലുള്ള ഒരു ജ്ഞാനം. ഇറ്റ്സ് എ വിസ്ഡം ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഓക്കെ, നൗ എന്തല്ല എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു. മറ്റൊരു ആസ്പെക്ട് അതിനകത്ത് ചിന്തിക്കാൻ ഒക്കുന്നത്, what are some practical ways that I can do good? So പ്രായോഗികമായ രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മളോട് വൈരം കാണിക്കുന്നവരോട് നമുക്ക് എങ്ങനെ നന്മ കാണിക്കാനൊരു കഴിയും എന്ന് ചിന്തിക്കാൻ നന്നായിരിക്കും. ഒന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഏരിയ ഓഫ് സ്പീച്ച്. നമ്മുടെ വാക്കുകൾ, സംസാരം, ആ ഒരു മേഖലയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഒന്ന്, മാന്യതയുള്ളൊരു ഭാഷയിൽ നമ്മൾ പ്രതികരിക്കണം. സോ വി ഹാവ് ടു റെസ്പോണ്ട് വിത്ത് റെസ്പെക്ട്ഫുൾ സ്പീച്ച്. സോ അതൊരു മേഖലയാണ്. ഇറ്റ്സ് എ കോണ്ടെക്സ്റ്റ് ഓഫ് യുവർ സ്പീച്ച്. ഓക്കെ, നമ്മൾ തിരിച്ചു പറയുമ്പോൾ യു കനോട്ട് ഇൻക്ലൂഡ് ഇൻസൾട്ട്. അതിനകത്തൊരു അപമാനം അതിനകത്ത് തിരികാൻ പാടില്ല. ഒരു സർക്കാസം അതിനകത്ത് പാടില്ല. അതിനെ നമ്മൾ നോ സർക്കാസം എന്ന് പറയുന്നത് ഒരു വിശേഷ പാര എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അടുത്ത് നോ റിറ്റാലിയേഷൻ, പ്രതികാരം അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രോവേബ്സ് തന്നെ പറയുന്നത് ജെന്റിൽ ആൻസർ ടേൺസ് അവേ റാത്ത്.
മൃദുവായ വാക്ക് എന്ത് ചെയ്യുന്നു? ഇതിനെ വൈരാഗ്യത്തെ ഇല്ലാതാക്കി തീർക്കുന്നു, അതിനെ തിരിച്ചുവിടുന്നു, ഡയറക്റ്റ് ചെയ്ത് വേറെ പാത്തിലേക്ക് കൊണ്ടുവിടുന്നു. സോ ദാറ്റ്സ് വൺ ഏരിയ, നമ്മുടെ വാക്കുകൾ. സോ നമുക്ക് ദോഷം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കാന്ന് വെച്ചോ, those who persecute you, do good to them. സോ നമ്മുടെ ആ സ്പീച്ചിന്റെ മേഖലയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഇൻസൾട്ട് നമുക്ക് പാടില്ല, വിശേഷ ഭാര അതിനകത്ത് വെക്കാൻ ഒക്കത്തില്ല, അതായത് സർക്കാസം അതിനകത്ത് തിരികാൻ പാടില്ല, റിറ്റാലിയേഷൻ പാടില്ല. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഒരു പ്രതികരണം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഡൂയിങ് ഗുഡ്. ഇനി അടുത്ത അതിനകത്ത് വേറൊരു മേഖല എന്ന് പറയുന്നത് meet the practical needs of other person who is doing harm to you when possible. So സാഹചര്യം ഒത്തുവരുമ്പോൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു നന്മ ചെയ്യാനായിട്ട് അവസരം ഉണ്ടായാൽ അത് ചെയ്യാൻ മടിക്കരുത്. സാധ്യമായിടത്ത് ഒരു യഥാർത്ഥ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിറവേറ്റണം. അതാണ് റോമൻസ് 12:20 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇഫ് യുവർ എനിമി ഈസ് ഹംഗ്രി ഫീഡ് ഹിം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം. സോ ഫിസിക്കൽ നീഡ് അവിടെ പറയുന്നത്. ദാഹിക്കൂ, അതും ഫിസിക്കൽ നീഡാ. കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സോ അവിടെ അവനെ കൺവിക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു ഭാഗം ഈസ് മൈ ഗുഡ് ഡീലിങ്സ് വിത്ത് ദം. സോ അവന്റെ തലയിൽ ഇത് വീഴുമ്പോഴത്തേക്കും അവൻ ചിന്തിക്കും, ഓ ഡിഡ് ഐ ദിസ് മാൻ, ഈ മനുഷ്യനോട് എന്തിന് ഞാൻ ഇത് ചെയ്തു എന്ന് ചിന്തിക്കാനെടുത്തു. that will lead that person to repentance. ശരിയല്ലയോ? നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, നമ്മളൊരാൾക്ക് ദോഷം പറഞ്ഞ ഒരാൾ, അല്ലെ നമ്മളൊരു ശത്രുവിന്റെ ലിസ്റ്റിൽ പെട്ടിരുന്ന ഒരാൾ ഒരു ദിവസം നമുക്കൊരു ഭയങ്കര നന്മ ചെയ്തു, ഭയങ്കര ഒരു നന്മ, നമുക്ക് ശരിക്കും വന്ന് വീട്ടിൽ വന്നു വെച്ച് നമുക്ക് യു ഫീൽ സോ സാഡ്, യു ഫീൽ അഷെയിംഡ്. എങ്കിലും ഞാൻ ഇത്രയൊക്കെ ദോഷം ചെയ്തിട്ടും അവരെന്നോട് ഇത്ര നന്നായിട്ട് ഇടപെട്ടു. അതോടുകൂടി നമ്മുടെ സകല പ്രയാസവും നീങ്ങിപ്പോകും. Isn't that true? I can tell you that from my own experience. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം. നമ്മൾ ശത്രുക്കള് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമില്ലാത്ത ആളുകളുടെ ലിസ്റ്റിൽപ്പെട്ട ആളുകളായിരിക്കാം. പക്ഷെ ഒരു ദിവസം അവർ നിങ്ങളെ കാണാൻ വന്നു, അവർ നിങ്ങളുടെ വീട്ടിൽ ചില ആഹാരം ഉണ്ടായിക്കൊണ്ടു വന്നു. സ്നേഹിക്കുന്നവരും തിരിഞ്ഞേറിയില്ല, അവരൊരു മാത്രം ആഹാരം കൂടെ തന്നില്ല. പക്ഷേ ഒരിക്കലും ഞാൻ ഒരു കാര്യമായിട്ട് ഇടപെടാത്ത ആളുകൾ, see how they treat me, how they brought stuff. അവർ വന്നു, കണ്ടു, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. നമ്മുടെ ആ ഹൃദയത്തിലെ വൈരം മുഴുവൻ ഒരു സമയത്ത് അങ്ങ് പോവുകയാണ്, ഇല്ലയോ? ഇവിടാണ് നമ്മുടെ അകത്തും നമ്മുടെ തലയിലോട്ട് ഇത് വന്ന് വീഴുന്നെന്ന് പറയുന്നു. നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്യണം നമ്മളോട് പറയുന്നത്. You should do to other people. So goodness becomes undeniable when it is tangible. ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണം. Goodness becomes undeniable when it is tangible. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചു. ഇറ്റ്സ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ഇതൊക്കെ കൊടുക്കുന്ന ഒരു വിശക്കുന്നെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് വലിയ ആവശ്യമാണ്. നമ്മളോട് പറഞ്ഞത് ഞാൻ നഗ്നനായിരുന്നു, I was hungry, I was thirsty, I was naked, I was in prison. Those are tangible things. When your goodness, നമ്മൾ നന്മ ചെയ്യാൻ പറഞ്ഞു, ആ നന്മ ചെയ്യുന്നത് വാക്കുകൊണ്ട് മാത്രമല്ല, when it becomes tangible, it is, it's undeniable. അതിനെ ആർക്കും ഖണ്ഡിക്കാൻ ഒക്കത്തില്ല. It's in kind. ഓക്കെ, പിന്നെ നമ്മൾ മുമ്പേ കണ്ട ഒരു കാര്യമാണ്, അതായത് എത്ര പ്രഷർ ജീവിതത്തിലുണ്ടായാലും നമ്മുടെ ആ സത്യനിഷ്ഠ, നമ്മുടെ ഇന്റഗ്രിറ്റി സൂക്ഷിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ ക്യാരക്ടർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഗെറ്റ് ഈവൻ, ടു ഗെറ്റ് ഈവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നാൽ ഞാൻ തിരിച്ചങ്ങനെ നമ്മൾ ഈവനായില്ലയോ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അതാണ് ഗെറ്റിംഗ് ഈവൻ. പഴയ നിയമം പഠിപ്പിച്ചതാ, ഇല്ലയോ? That's exactly the way Old Testament people did. കൈക്കൊണ്ടെങ്കിൽ ആ കൈ എടുക്കുക. I mean, you see some of the Islamic countries, they do exactly. You took something with your hand, chop your hands off. കാലാണെങ്കിൽ കാല് വിട്ടു, കണ്ണാണെങ്കിൽ കണ്ണ് ചൂന്നെടുത്ത് കളയും.
So this was the Old Testament justice system. But the Lord is going much further. He says that you love them, pray for them, do good to those people who give you a hard time. That's the New Testament justice. That's where you will never compromise your character under any kind of pressure. So ഒരു ക്രിസ്തീയ സാക്ഷ്യം നമ്മളോട് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, പ്രവൃത്തി ചെയ്യുക. ജസ്റ്റ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക. ഡു ഗുഡ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എ റിട്ടേൺ. ഇതെല്ലാം ആ ഡു ഗുഡിനെ പറ്റി. ജീസസ് ഡു ഗുഡ് എക്സ്പെക്ടിങ് നത്തിങ് ഇൻ റിട്ടേൺ. ലൂക്ക് 6:35 വായിക്കുന്നുണ്ട്. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരവെച്ചിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം നമ്മുടെ വായിച്ചു വളരെയാകും. നിങ്ങൾ അത്യുന്നതിന് മക്കളെന്ന് ആകും. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാണല്ലോ. സോ ട്രൂ ഗുഡ്നെസ് ഇസ് ഫ്രീ, നോട്ട് ട്രാൻസാക്ഷണൽ. അത് സത്യമായ നന്മ, അത് സ്വതന്ത്രമാണ്. ലോഭപരമായതൊന്നും അല്ല അതിനകത്തെ കാര്യം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് എ വെരി ഇൻഡിപെൻഡന്റ് തിങ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലീവ് റൂം ഫോർ ഗോഡ്സ് വർക്ക്. സോ ദൈവ പ്രവർത്തനത്തിനുള്ള സ്ഥലം കൊടുക്കുക. ഓക്കെ, ദൈവ പ്രവൃത്തിക്ക് ഒരു സ്ഥലം കൊടുക്കുക. Your kindness may soften hearts, expose guilt, open doors for repentance. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ നന്മ കാണിക്കുമ്പോഴത്തേക്ക് അവരുടെ ഹൃദയം അലിയുമായിരിക്കും. അവർ ഒരു പക്ഷെങ്കിൽ തീക്കനൽ തല വീണത് കൊണ്ട് റിപ്പൻറ്റൻസിലേക്ക് അവർ നയിക്കപ്പെടുമായിരിക്കും. ഓക്കെ, മേ ബി തങ്ങളുടെ ആ ഹൃദയത്തിലുള്ള ഗിൽറ്റ് എക്സ്പോസ് ചെയ്യപ്പെടും. It'll build the person, not destroy the person. So നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. So just to recap ചെയ്യാനാണെങ്കിൽ, so pray for them, refuse to revenge. So പ്രാർത്ഥിക്കുക, പ്രതികാരം നിരസിക്കുക, കൃപയോടെ സത്യം സംസാരിക്കുക, സ്പീക്ക് ട്രൂത്ത് വിത്ത് ഗ്രേസ്, കൊലോസ്യർ എഴുതി പറഞ്ഞ പോലെ. Then ഉചിതമാവുമ്പോൾ ദയ കാണിക്കുക, ഷോ കൈൻഡ്നസ് വെൻ അപ്രോപ്രിയേറ്റ്, മെയിൻറ്റെയിൻ ഗോഡ്ലി ബൗണ്ടറീസ്, ദൈവിക പരിധികൾ പാലിക്കുക. അതെല്ലാം നമുക്ക് അതിനകത്ത് വെക്കാനായിട്ട് കഴിയും. Now, what are some biblical examples നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്? ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ചിന്തിക്കാൻ. The first person that comes to your mind is the Lord Jesus. നമ്മുടെ കർത്താവ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. You see, the garden of Gethsemane, കർത്താവിനെ പിടിക്കാൻ വന്ന ആ രാത്രിയിൽ when they came to arrest him, Luke 22:50 ലൂക്കോസ് അവിടെ എഴുതുന്നുണ്ട്, അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി, one of the disciples, അവന്റെ വലത്തെ കാത് അറുത്ത് കളഞ്ഞു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞു, അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. And one of them struck at high priest's slave, slashing off his right ear. വലത് ചെവി കടിച്ചു കളഞ്ഞു. But Jesus said, no more of this. ഇവക ഇനിയും വേണ്ട, നിർത്ത. And he touched the man's ear and healed him. That's the kindness. That is tangible. അത് ആർക്കും നെയ്യാനൊക്കത്തില്ല. The Lord touched and healed him. One of the best examples. നമുക്കറിയാം കർത്താവ് തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് കരയുന്നതും, Lord Jesus what he is saying for the cross, എല്ലാം ശ്രദ്ധിച്ചു നോക്കണം. You see, David, Old Testament വേറെ ആളാണല്ലോ. David had the opportunity to kill. This is where Samuel 24 നമ്മൾ കാണുന്നുണ്ട്. But David said, no, I will not kill him. He is God's anointed. ദൈവം അത് ചെയ്യട്ടെ, in his time, but I will not do. I will not lay hands on him. അതുകൊണ്ട് see people who bring the news, he killed them. He is not entertaining those things. People come bringing all this news. He said, oh, they'll probably get a crown from the king, or they get some benefits. He even killed them. He said, no, you can't raise your hands against God's anointed. കൈ വെക്കാൻ ഒക്കില്ല.
You see another example of Joseph, how he provides for his own brothers. Best example of you. സഹോദരന്മാർക്ക് നന്മ ചെയ്യുന്ന ജോസഫ്. Genesis 45:50 ഒക്കെ നമ്മൾ കാണുന്നത്. 50:20 ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കുന്നു. യു ഇന്റൻഡഡ് ടു ഹാർം മീ. സോ ഒരു ഹാം ചെയ്താ they threw him into a broken cistern. They sold him to the merchants. All kinds of bad stuff. He brought me to this position so I could save the lives of many people. What a beautiful way. നിങ്ങൾക്ക് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിന്റെ ഗുണമാക്കി തീർത്തു. That's an attitude. Doing good to those who persecuted you. മറിയെല്ലാം മണം പിടിച്ച് എനിക്ക് ജയിലിലിടാമായിരുന്നു. നീ ഇത്രയും ചെയ്തത് നിനക്കൊക്കെ ഞാൻ പണി തരാമെന്ന് പറഞ്ഞ് ചെയ്യാമായിരുന്നു. But that's not. Joseph reflects the heart of Jesus. The heart of Jesus. ഒരു ഓൾഡ് ടെസ്റ്റമെന്റിലെ മറ്റൊരു കാര്യം കൂടെ ഒന്ന് ചിന്തിക്കാം. This is actually from 2 Kings chapter 6. So നമ്മള് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തില് ഞാൻ ഇതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയാം. ഈ ഇസ്രായേൽ രാജാവ്, ആറാം രാജാവ്, ദി കിങ് ഓഫ് ഏറം, whenever he plans something, തന്റെ സീക്രട്ട് ചേംബറിൽ സംസാരിക്കുന്ന കാര്യം, Elisha hears it. He comes, spirit tells him. So he tells that to the king. So anytime any strategy the enemy plans, it's revealed to him. So a new strategy is given to the kings through the prophet. ഇങ്ങനെ പോവോ. ഇയാൾ പറഞ്ഞു, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ എന്ത് ചെയ്താലും somebody is telling this. So he thought maybe somebody from his own country, somebody in the palace is just leaking the information. Okay? എന്തോ ആരോ വിക്കിലീക്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചിന്തിച്ചോ. Okay? So when somebody said, no, don't doubt any of us. രാജാവ്, ഞങ്ങളെ ആരും സംശയിക്കണ്ട. ഇതായ എലീശ എന്ന് പറഞ്ഞ വിളിയുണ്ടല്ലോ, അയാൾ ആ ഒരുത്തനോട് അവിടെ ഒരുത്തിനിപ്പോൾ അയാൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. He is getting all this information. He is the one who is giving all this information to the king of Israel. Now he said, go catch him. അപ്പൊ അവർക്ക് അറിവ് കിട്ടി, he is in ദോതാനിലുണ്ടെന്നുള്ള അറിവ് കിട്ടുന്നു. So they come, he sends soldiers to capture him. So അവര് വന്നു ഇങ്ങനെ നിൽക്കുകയൊക്കെയാ. അപ്പം even people with Elisha is kind of getting troubled. Oh, look at all these people coming here. നോക്ക്, അവരെല്ലാം ഭയങ്കര സൈന്യം വന്നിരിക്കുകയാണ്. കർത്താവ് ജീവന്റെ കണ്ണും തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. They saw the number of people who are with us. So those who are with us is greater than those who are with them. നമ്മോട് കൂടെ അവരോടൊക്കെ വലിയ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. അഗ്നി രഥങ്ങളൊക്കെ ഇവിടെ നിൽക്കുക. So he prayed, Lord, make these people blind. ഇവരെയെല്ലാം ബ്ലൈൻഡ് ആക്കണം, അന്ധത പഠിപ്പിക്കാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് എലീശ തന്നെ എന്നേച്ചു പറഞ്ഞു, നിങ്ങൾ തിരക്ക് വന്നയാൾ ഇവിടെ അല്ല. Who is speaking? Elisha himself. അവരോട് പറഞ്ഞു, നിങ്ങൾ തിരക്ക്, പുള്ളി അവിടെ താമസിക്കുന്നത്, വാ എന്റെ കൂടെ വാ, ഞാൻ കാണിക്കാതെ. ഇവരെ എല്ലാം ബ്ലൈൻഡ്, എല്ലാ അന്ധന്മാരെയും കൂടെ കൊണ്ടുപോയി. went straight into സമരിയയുടെ നടുക്കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, കർത്താവെ കണ്ണു തുറക്കണമെന്ന് പറഞ്ഞു. കണ്ണു തുറന്ന് നോക്കിയപ്പോ right in the middle of Samaria. They cannot run anywhere. So the king said, shall we just, kill them, slay them? ഇവരെ തട്ടിയേക്കട്ടെന്ന് ചോദിച്ചു. No, POWs, prisoners of war. You can't do that. അവിടെ പറയുന്നില്ലയോ, അതിന് അവൻ വെട്ടിക്കളയരുതേ. എലീശ പറഞ്ഞു, വെട്ടിക്കളയരുതേ. നിന്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാന്റെ അടുക്കിലേക്ക് പോയി. ആരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. വാട്ട് എ ക്ലീൻ വേ ടു ഡു സംതിങ്. ഇതിനകത്ത് നല്ലൊരു പ്രസംഗം പറയാനുണ്ട്, പിന്നെ പറയാം എപ്പോഴും കിട്ടിയാൽ. Alright, so the king wanted to kill them, but Elisha prayed, ഇല്ലയോ? No, you can't do this. Don't kill them. Feed them. ഭയങ്കര ഒരു ഫീസ്റ്റ് ഒക്കെ കൊടുത്തു. ഫീസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് ഇനി ആ രാജ്യത്തോട്ടെ പോകണ്ട,
കുറെ കാലത്തേക്ക് ആരാമ്യര് ആ വഴിക്ക് പിന്നെ വന്നിട്ടില്ല. See how God does a perfect job. This is how God does a job. Perfect job. Your response sometimes really matters. Our response really matters. So as we come to close, you're listening. It's a very tough, difficult message that you're listening to. I'm listening to. These are self-examination questions. Do my affections reflect God's goodness under pressure? അതായത് സമ്മർദ്ദപ്പെട്ട സാഹചര്യത്തിലും എന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ നന്മ പ്രതിഫലിപ്പിക്കും. So God is filled with goodness. ആ ദൈവത്തിന്റെ ഗുഡ്നെസ് റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമ്മൾ. That's what God wants you to reflect. It's a good question tonight to ask us. Do my actions reflect God's goodness under pressure? നമുക്കൊക്കെ ദൈവസന്നിധിയിൽ കരയാനുണ്ട്, റിപ്പന്റ് ചെയ്യാനുണ്ട്. കർത്താവേ, എന്നെ ചൊടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു. നോ എക്സ്ക്യൂസ്. ശരിക്കും പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നുമില്ല ദൈവത്തിന്. കർത്താവിന് അറിയത്തില്ല എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? നോ എക്സ്ക്യൂസ്, നോ എക്സ്ക്യൂസ്. നമ്മളാരും ഇതൊന്നും പറഞ്ഞുകൊണ്ട് പോകണ്ട. ദൈവസന്നിധിയിൽ ഈ ബുക്കൊന്നുമായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കർത്താവിനറിയാം. The Lord knows. നമ്മുടെ ഈഗോയെ തൊട്ടു, എന്റെ ഈഗോയെ തൊട്ടു. അപ്പൊ എനിക്ക് എന്റെ ഈഗോയെ തൊട്ടപ്പം I have to retaliate, I have to say that. But that's not becoming a child of God. എന്റെ ദൈവം അത് ചെയ്യില്ല. I will not be known as a child of the Most High. അത്യുന്നതനായ ദൈവത്തിന്റെ പൈതലായിട്ട് ഞാൻ അറിയപ്പെടത്തില്ല. When I retaliate. And I feel sad. When you do that, we have to repent. We have to repent. It can be anywhere. It can be anywhere. നമ്മളൊന്ന് ചിന്തിച്ച് ചോദിക്കാം. നമ്മുടെ എല്ലാ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടിൽ, നമ്മുടെ വീട്ടില്, നമ്മുടെ സഭയില്, നമ്മുടെ കൂട്ടങ്ങളിലൊക്കെ കർത്താവ് പറഞ്ഞതുപോലെ നമുക്കൊന്ന് ജീവിക്കാനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അത് നമ്മളെ കൊണ്ട് ഒക്കത്തില്ല, നമ്മുടെ സ്വന്തം കഴിവ് പറ്റില്ല. That is where you and I need Holy Spirit. കുറച്ച് അന്യഭാഷ പറഞ്ഞ് അടിച്ചു പോകാനല്ല പരിശുദ്ധാത്മാവ്. ഇൻ സ്റ്റെപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഭാഗമായി ഈ ബൈബിൾ സ്റ്റഡി അല്ല. Holy Spirit is looking for people who will make the Heavenly Father glorious even more through you, the stand that you take in difficult circumstances when you surrender your will, your ego, everything to the Lord. That's a good question to ponder tonight. Do I do good only when it is easy? നമ്മൾ ചോദിക്കുക, സൗകര്യപ്രദമാകുമ്പോൾ മാത്രമേ ഞാൻ നന്മ ചെയ്യുന്നുള്ളൂ? That's an honest question to all of us. എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് ക്ഷീണമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പം മാത്രം നന്മ ചെയ്യത്തുള്ളൂ. എനിക്കൊരു ദോഷം ചെയ്യുമ്പോൾ, എന്നെക്കുറിച്ച് ദോഷം സംസാരിക്കുമ്പോൾ എനിക്ക് നന്മ ചെയ്യാനായിട്ട് കഴിയുമോ കർത്താവേ? Am I a child of this God? Let's ask ourselves that question. Have I replaced revenge with kindness? പ്രതികാരത്തിന് പകരം ദയ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ how often? How many times have I done it? Have I replaced revenge? പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ അത് ദയയായിട്ട് മാറ്റി. How many times? Does my behavior point others to God? എന്റെ പെരുമാറ്റം മറ്റുള്ളവരെ ദൈവത്തോട് നയിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ആ റെസ്പോൺസിലായിരിക്കും നമ്മളെ ശത്രു എന്ന് വിചാരിക്കുന്ന ഒരാൾ വിചാരിക്കും. നമ്മൾ ചോദിച്ചു, ബ്രദർ, ഞാൻ ഇത്രയൊക്കെ സ്നേഹിത, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും കാര്യമായിട്ട് ഇടപെട്ടത്? That's an open time for you to share the gospel. ഞാൻ അവരോട് നമുക്ക് പറയാനുള്ള ഇത്രയുള്ളൂ, സഹോദര, ഞാൻ ഇതിനേക്കാൾ വലിയ പാപിയായിട്ടും എന്റെ ദൈവം എന്നോട് എന്റെ പാപം ക്ഷമിച്ചു. I'm supposed to freely I have received, and freely I have to give. Just simply sharing what I'm experiencing in my heart. Anyone can be kind to friends, but only a disciple of Jesus Christ can do good to those who hate them.
എല്ലാവർക്കും സ്നേഹിതന്മാർക്ക് വേണ്ടി കണ്ടുപോലും സ്നേഹിതന്മാർക്ക് വേണ്ടി മരിക്കാൻ ആർക്കും എളുപ്പമാണ്. ഇറ്റ്സ് മച്ച് ഈസിയർ. അവരോട് അനുകമ്പ കാണിക്കാൻ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. നമ്മുടെ പിള്ളേര് നമ്മളോട് ദോഷം കാണിച്ചാൽ ഹൗ അബൌട്ട് അവർ ഓൺ ചിൽഡ്രൻ? നമുക്ക് അവരെന്ത് പണി തരുന്നുണ്ടോ? ചിന്തിച്ചു നോക്കിക്കേ. ഡു വി സ്റ്റിൽ ലവ് ദം? വി ഡു. ഡു വി കറക്റ്റ് ദം? യെസ്. ഡു വി സ്റ്റിൽ ലവ് ദം? യെസ്. എനിക്ക് the same level that we need to have love towards each other. We can offer that. How wonderful life would be. വൈരത്തിനിടയിൽ നന്മ ചെയ്യുന്നത് ദൈവസ്നേഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. നന്മ ലോകത്തെ ജയിക്കുക. Jesus did good to us when we were his enemies. In Romans 5:10, he loved us when we were still enemies. Now he calls us to do the same. That's a command. I've done this to you. Do to others. Love your enemies. Do good to those who persecute you. That's a call. That's a command. ഞാൻ ഇന്ന് രാത്രിയിൽ ഇത്ര പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ചിന്ത പോകരുത്. ചിന്ത പോയ പിശാച് എടുത്തോണ്ട് ഇയാള് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇയാളുടെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യുന്നു, നിങ്ങളത് ചിന്തിക്കരുത്. ദാറ്റ്സ് റീസൺ ഐ എം ജസ്റ്റ് ടെല്ലിങ് മൈ ഓൺ അഡ്മിഷൻ. ഞാൻ എൻ്റെ കുറവുള്ള ചേർത്ത് നിങ്ങളോട് പറയുന്നത്. I have failed numerous times. I failed. And I repent. I feel ashamed of myself. I pray for the church. എൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ബൗണ്ടറീസ് ഒന്ന് ഇത് പലപ്പോഴും നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഭയങ്കര ഗാർഡഡായിട്ട് ജീവിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക. ഇനി ഡൂ ഗുഡ് എന്നോ അത് വിട്. That's where the Lord wants us to go. നിന്റെ കഴുത്തിൽ ക്രൂശ് വെക്കുമ്പോഴും അതിന്റെ പലകയിളക്കി ഒരു ബ്രിഡ്ജ് പണിത് അങ്ങോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ വിളിക്കുക. അപ്പൊ ഞാൻ ഇത്രയൊക്കെ 26 വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഇത്ര വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് തന്നെ സംശയം സ്വർഗത്തിൽ പോകും. I feel really sad. I'm just telling you that I'm just being challenged. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതൊക്കെ. This is expected. You should reflect. യേശുവിന്റെ രൂപമായി നമ്മൾ മാറണം. നമുക്കൊക്കില തന്നെ സൂപ്പർ നാച്ചുറൽ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യം. അതിന് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കണം. ഇന്ന് രാത്രി നമുക്കൊന്ന് ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ ആരും ഇപ്പം ഫോണിൽ നിന്ന് ഇറങ്ങരുത്. 1 നിമിഷം കൊണ്ട് 2 നിമിഷം കൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവരും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണുകളെ നടച്ച് ദൈവസന്നിധിയിൽ